ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലേൺ ഡ്രോപ്പ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെത്തേഡ് ഓഫ് ഫാൾസ് പൊസിഷൻ ആണ്. ന്യൂമറിക്കൽ മെത്തേഡിലെ അടുത്ത മെത്തേഡാണ് ഫാൾസ് പൊസിഷൻ. ആദ്യം നമ്മൾ ബൈസെക്ഷൻ മെത്തേഡ് എന്താണെന്ന് പഠിച്ചു. ഇനി ഫാൾസ് പൊസിഷൻ മെത്തേഡ് എന്താണെന്ന് നോക്കാം. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ബൈസെക്ഷൻ മെത്തേഡ് പോലെ തന്നെ റൂട്ട് കണ്ടുപിടിക്കാനുള്ള മറ്റൊരു മെത്തേഡാണ് ഫാൾസ് പൊസിഷൻ. സോ ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റെപ്പൊക്കെ ബൈസെക്ഷൻ മെത്തേഡ് പോലെ സിമിലർ ആണ്. അതായത് ഇൻ്റർവെൽ കണ്ടുപിടിക്കുന്നത് വരെ ബൈസെക്ഷൻ മെത്തേഡായിട്ട് സിമിലർ ആണ്. അതിനുശേഷം റൂട്ട് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് മാറുന്നത്. ബൈസെക്ഷൻ മെത്തേഡ് എന്താണെന്ന് നോക്കാത്തവർ അത് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണാം. സോ കൺസിഡർ ദി ഇക്വേഷൻ f of x is equal to 0 if the value of f of a and f of b have opposite signs, then the root lies between a and b. അപ്പോൾ ഇവിടെ നമ്മൾക്ക് നൽകിയിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? f of x is equal to 0 ആണ്. ഇപ്പോൾ f of aയും f of bയും ഓപ്പോസിറ്റ് സൈനുകളാണെങ്കിൽ, അതായത് ഒന്ന് പോസിറ്റീവും മറ്റേത് നെഗറ്റീവുമാണെങ്കിൽ റൂട്ട് എനും ബിനും ഇടയിൽ ഉണ്ടാകും. അതിനുശേഷം റൂട്ട് കണ്ടുപിടിക്കും. ബൈസെക്ഷൻ മെത്തേഡിൽ എങ്ങനെ റൂട്ട് കണ്ടെത്താൻ പഠിച്ച്? x0 ഈക്വൽ ടു a പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 ആണല്ലേ. ഫാൾസ് പൊസിഷൻ മെത്തേഡിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. x0 ഈക്വൽ ടു a f of b മൈനസ് b f of a ഡിവൈഡഡ് ബൈ f of b മൈനസ് f of a. ഇവിടെ ഇക്വേഷൻ മാത്രമേ ചേഞ്ച് ആവണുള്ളൂ, ബാക്കിയൊക്കെ ബൈസെക്ഷൻ മെത്തേഡ് പോലെ. ഇവിടെ x0 കണ്ടെത്തിയതിന് ശേഷം എവിടെയൊക്കെയാണോ x ഉള്ളത് അവിടെയൊക്കെ x0ൻ്റെ വാല്യൂ അപ്ലൈ ചെയ്യാം. നമുക്ക് നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നതെങ്കിൽ നമ്മൾ ആ എനെ ആ വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്യും. പോസിറ്റീവ് വാല്യൂ ആണ് വരുന്നതെങ്കിൽ ബീനെ ആ വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്യും. വീണ്ടും എന്ത് ചെയ്യും? ഈ x0 a f of b മൈനസ് b f of a ഡിവൈഡഡ് ബൈ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന പ്രൊസീജിയർ ചെയ്യും. വീണ്ടും എഫ് ഓഫ് എക്സിൽ അപ്ലൈ ചെയ്യും. അങ്ങനെ എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യാം. ഒരു എക്സ് 5, 6 വരെയൊക്കെ ചെയ്യാം. ഇനി നമുക്കൊരു എക്സാമ്പിൾ റിയൽ റൂട്ട് ഓഫ് ദി ഇക്വേഷൻ ഒരു പ്രോബ്ലം ചെയ്യാം. എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 2x മൈനസ് 5. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻ റൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? എ ബി ഇൻ്റർവെൽസ് കണ്ടുപിടിക്കുമല്ലേ. ആദ്യം എഫ് ഓഫ് എക്സ് എടുത്തിട്ട് എക്സിന് 0 മുതലുള്ള ഓരോ വാല്യൂസും കൊടുക്കും. ആദ്യം എക്സിന് 0 കൊടുക്കും. എഫ് ഓഫ് 0 ഈക്വൽ ടു 0 ക്യൂബ് മൈനസ് 2 ഇൻറ്റു 0 മൈനസ് 5. അപ്പോൾ എന്താ കിട്ടിയേ? -5. അതെന്താണ്? നെഗറ്റീവ് വാല്യൂ ആണല്ലേ. അപ്പോൾ എക്സിന് 1 കൊടുക്കും. എഫ് ഓഫ് 1 ഈക്വൽ ടു 1 ക്യൂബ് മൈനസ് 2 ഇൻറ്റു 1 മൈനസ് 5. എന്താ കിട്ടുക? അതും നെഗറ്റീവ് ആണല്ലേ. അപ്പോൾ നമുക്ക് അടുപ്പിച്ച് 2 നെഗറ്റീവ് വാല്യൂ ആണ് വന്നുള്ളതല്ലേ. അപ്പോൾ ഒരു പോസിറ്റീവ് വാല്യൂ വരണമല്ലേ. അപ്പോൾ എക്സിന് 2 കൊടുക്കാം. എഫ് ഓഫ് 2 ഈക്വൽ ടു 2 ക്യൂബ് മൈനസ് 2 ഇൻറ്റു 2 മൈനസ് 5. അപ്പോൾ എന്താ കിട്ടുക? അതും നെഗറ്റീവ് ആണല്ലേ. അപ്പോൾ എക്സിന് 3 കൊടുക്കാം. എഫ് ഓഫ് 3 ഈക്വൽ ടു 3 ക്യൂബ് മൈനസ് 2 ഇൻറ്റു 3 മൈനസ് 5. അപ്പോൾ എന്താ കിട്ടിയേ? 16 കിട്ടിയില്ലേ. അതെന്താ? ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. എഫ് ഓഫ് 2 ചെയ്തപ്പോൾ നെഗറ്റീവ് വാല്യൂവും എഫ് ഓഫ് 3 ചെയ്തപ്പോൾ പോസിറ്റീവ് വാല്യൂവും കിട്ടി. അപ്പോൾ നമ്മുടെ എ എന്തായിരിക്കും? 2 ആയിരിക്കും. ബി എന്തായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ നമ്മുടെ എൻ്റെയും ബിൻ്റെയും ഇടയിലാവും റൂട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ സൊല്യൂഷൻ ഉണ്ടാവുക. സിൻസ് എഫ് ഓഫ് 2 ഈസ് നെഗറ്റീവ് ആൻഡ് എഫ് ഓഫ് 3 പോസിറ്റീവ്, എ റൂട്ട് ലൈസ് ബിറ്റ്വീൻ 2 and 3. ഇനി നമ്മൾ എന്താ ചെയ്യുക? റൂട്ട് കണ്ടെത്തും. അപ്പോൾ റൂട്ട് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? x0 ഈക്വൽ ടു a f of b മൈനസ് b f of a ഡിവൈഡഡ് ബൈ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. അപ്പോൾ നമുക്ക് x0 കണ്ടുപിടിക്കാം. x0 ഈക്വൽ ടു 2 f of 16 മൈനസ് 3 f of -1
ഡിവൈഡഡ് ബൈ 16 മൈനസ് -1. സോ അപ്പോൾ എന്ത് കിട്ടും? 2.058823529. അപ്പോൾ ഈ വാല്യൂ എഫ് ഓഫ് എക്സിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ കിട്ടിയേ? -0.390799. നെഗറ്റീവ് വാല്യൂ ആണല്ലേ കിട്ടിയേ. അപ്പോൾ നമ്മൾ നെഗറ്റീവ് വാല്യൂ വന്നതുകൊണ്ട് എനെ റീപ്ലേസ് ചെയ്യും. അപ്പോൾ 2നെ റീപ്ലേസ് ചെയ്ത് 2.058823529 കൊടുക്കും. അപ്പോൾ ഡെസിമൽ പോയിൻ്റ് വരുന്നത് കൊണ്ട് ബീനെയും 3.0 ആക്കാം. അപ്പോൾ നമ്മുടെ പുതിയ റൂട്ട് എന്താണ്? 2.058823529 ആൻഡ് 3.0. ഇനി x1 കണ്ടുപിടിക്കാം. അപ്പോൾ x1 എന്താ കിട്ടുക? 2.08126,366 ആണ് കിട്ടുക. അപ്പോൾ ഈ വാല്യൂ എഫ് ഓഫ് എക്സിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ എന്താ കിട്ടിയേ? ഒരു നെഗറ്റീവ് വാല്യൂ ആണ് വന്നത്. അപ്പോൾ എനെ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പുതിയ റൂട്ട് എന്താവും? 2.0812636 ആൻഡ് 3.0. ഇനി x2 കണ്ടുപിടിക്കാം. അപ്പോൾ x2 എന്താ കിട്ടുക? 2.089639211. അപ്പോൾ ഇതുപോലെ x4ഉം x5ഉം x6ഉം കാണാം. ഇതിൻ്റെ കറക്റ്റ് വാല്യൂ ആണ് 2.0945. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.